കണിക്കൊന്നും ഇല്ലാതെ എന്ത് കണി കാണാനാ? കുറച്ച് കണിക്കൊന്ന പൂവിന് ഓടാൻ ഇനി സ്ഥലമൊന്നുമില്ല. അങ്ങനെ ഓടി ഓടി ഒരു കടയിൽ ചെന്നപ്പം കാണാം കുറച്ച് പൂ കിട്ടി കേട്ടോ. പക്ഷേ അതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് ഉണങ്ങിയതായിരുന്നു. വിലയൊന്നും തരേണ്ട, എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അതും വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ തിരക്കി കേട്ടോ. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ അവിടെ കണിക്കൊന്ന പൂ ഉണ്ട്. പക്ഷേ കിറ്റ് വാങ്ങിക്കുന്നെങ്കിൽ മാത്രമേ അവർ കണിക്കൊന്ന പൂ തരത്തുള്ളൂ. അവിടെ ഒരു കിറ്റിന് 499 രൂപയാണ്. കൃഷ്ണൻ്റെ വിഗ്രഹം കൂടി ചേർത്ത് കിറ്റ് തരുവാണെങ്കിൽ 699 രൂപ. അവിടെ നല്ല ഭംഗിക്ക് നല്ല രീതിയിൽ കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണ വിഗ്രഹം വേണ്ട, അല്ലാതെ ഒരു കിറ്റ് വാങ്ങിച്ചു 499 രൂപയ്ക്ക്. അങ്ങനെ വിഷു അടിപൊളിയാക്കാൻ വേണ്ടി ആ കിറ്റും വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. എന്നിട്ട് ഞങ്ങൾ അതിൽ കണ്ണാടി ഉൾപ്പെടെയാണ് കിറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് നോക്കി കിറ്റിൽ. അപ്പോൾ അതിനകത്ത് ചന്ദനത്തിരിയുണ്ട്, വിളക്കെണ്ണയുണ്ട്, കുങ്കുമമുണ്ട്, പിന്നെ കൈതച്ചക്കയുണ്ട്, ആപ്പിള്, മത്തങ്ങ, വെള്ളരി, പിന്നെ നമ്മുടെ പുട്ട്, കുങ്കുമം, കൺമഷി, അതുപോലെ തന്നെ ആപ്പിൾ ഉണ്ടായിരുന്നു, തേങ്ങയുണ്ടായിരുന്നു, വാഴപ്പഴം ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണാടി മാത്രമില്ല കേട്ടോ. അവർ മറന്നുപോയതാണോ ഈ കണ്ണാടി ഇല്ലാത്തതാണോ എന്നറിയത്തില്ല. ബാക്കി എല്ലാ സാധനങ്ങളും അത്യാവശ്യം കണി കാണാനുള്ള സാധനങ്ങളെല്ലാം ആ കിറ്റിനകത്ത് കിട്ടി, മുന്തിരിങ്ങ ഉൾപ്പെടെ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ വെച്ച് നല്ല രീതിയിലൊന്ന് ഒരുക്കി വെക്കാം കണി കാണാൻ. നാളത്തേക്ക് കണി കാണാൻ ഇനി എല്ലാം കൂടി ഒന്ന് ഒരുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെല്ലാം വെച്ച് അത്യാവശ്യം നല്ല രീതിയിലൊരു കണി കാണാൻ വേണ്ടി ഇത് ഒരുക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം നാളെ രാവിലെ ഇത് കണി കാണണം, ഒരുക്കി കണി കാണണം. കുറച്ച് കൊന്നപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. ഒപ്പം ഇതെല്ലാം ഒരുക്കി നാളെ രാവിലെ കണി കാണാം. ഓക്കെ, അപ്പോൾ ശരി, എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ഹാപ്പി വിഷു. ഓക്കെ, ബൈ, സീ യു. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.